VD സർക്കാരിൻ്റെ ഒരു മാസം പൂർത്തിയായിരിക്കുകയാണ്. അഭിമാനിക്കാൻ പറ്റുന്ന ഒരു നിമിഷം തന്നെയാണ്. കാരണം ജനാധിപത്യത്തിൻ്റെ വെളിച്ചം കടന്നു വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം, അഭിമാനത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ കാര്യം. കാരണം നമുക്ക് ലഭിച്ചിരിക്കുന്ന മുഖ്യമന്ത്രി എന്ന് പറയുന്നത് മാധ്യമപ്രവർത്തകരോടും ജനങ്ങളോടും എന്നെ ഒന്ന് വിമർശിക്കൂ, വിമർശനത്തെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എന്ന് പറയുന്നൊരു മുഖ്യമന്ത്രിയാണ്. നേരത്തെ ഉണ്ടായിരുന്നത് ആരാണെന്ന് നമുക്കറിയാലോ. അപ്പോൾ ഇത് മാത്രമല്ല, ഇത് തുടങ്ങി അഭിമാനിക്കാനായിട്ടുള്ള നിരവധി ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഈ ഒരു മാസത്തെ എങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായിട്ടും ആരംഭിച്ചെടുത്തെന്ന് പറയാൻ പറ്റില്ല. ഇതുവരെ ഉള്ള നമ്മുടെ കഴിഞ്ഞകാല രാഷ്ട്രീയത്തിനുണ്ടായ ഏറ്റവും വലിയ തകരാറ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഭരണപക്ഷയുടെ CPM-ൻ്റെ ഭാഗത്താണെങ്കിലും കോൺഗ്രസിൻ്റെ ഭാഗത്താണെങ്കിലും ഒരു ഡയറക്ഷൻ രാജ്യത്തിന് കൊടുക്കാൻ പറ്റും, സ്റ്റേറ്റിന് കൊടുക്കാൻ പറ്റും. ആദ്യമായിട്ട് അത്തരം ഈ വർഗീയ ഫാസിസ അങ്ങനത്തെ രാഷ്ട്രീയത്തിനപ്പുറം അല്ലെങ്കിൽ അഴിമതി തുടങ്ങിയ കാര്യങ്ങൾക്കപ്പുറം പൊതുവായി കേരളത്തിന് കൊടുക്കാൻ ഒരു ഡയറക്ഷനെപ്പറ്റി സംസാരിച്ച് നിലപാടുകളെപ്പറ്റി സംസാരിച്ചത് സതീശനാണ്. അതൊരു പക്ഷേ സതീശൻ്റെ കൂട്ടത്തിൽപ്പെട്ടവർ പോലും അംഗീകരിച്ചില്ലെങ്കിൽ പോലും കേരളത്തിലെ ജനങ്ങൾ സതീശനെ അംഗീകരിച്ചു. കോൺഗ്രസ്സുകാരനെ സതീശനെ മാത്രമല്ല അംഗീകരിച്ചിരിക്കുന്നത്, നിലപാടുകളുള്ള സതീശൻ, കുറേ കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്ന സതീശനെ ഇതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഉദാഹരണത്തിന് കോൺഗ്രസ്സിൽ സതീശനല്ലായിരുന്നു മറ്റാരാണെങ്കിലും രാഹുൽ മാങ്കൂട്ടെ ഇന്നും കോൺഗ്രസ്സിൽ കണ്ടത്, സാമാന്യഗതിയിൽ കണ്ടത്. അൻവർ ആദ്യം തന്നെ നിലമ്പൂർ ഇലക്ഷനിൽ തന്നെ കോൺഗ്രസ്സിലേക്ക് തിരിച്ചു വരുമായിരുന്നു. വീണ്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും എതിർത്ത് മുഴുവൻ MLA-മാരും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെയാണ് സജസ്റ്റ് ചെയ്തത്? KC വേണുഗോപാലിൻ്റെ പേര് സജസ്റ്റ് ചെയ്തു. അതിൽ തന്നെ ഒത്തിരി തെറ്റുകളുണ്ട്. അപ്പോഴും സതീശന് പിന്നെയും വീണ്ടും മുഖ്യമന്ത്രിയാകാൻ പറ്റിയതുകൊണ്ടാണ്. MLA-മാർ വീണ്ടും സപ്പോർട്ട് കൊണ്ടാണോ? അല്ല. പിന്നെ മറ്റ് നേതാക്കന്മാർ സപ്പോർട്ട് ചെയ്യണോ? അല്ല. മറിച്ച് ജനങ്ങൾക്ക് ഒരു വിശ്വാസം, ജനങ്ങളുടെ മുന്നിൽ ജനങ്ങൾ കൈയെടുത്ത് ഉയർത്തിയ സതീശനുണ്ട്. ആ സതീശനെ താഴെ ഇറക്കാൻ നോക്കിയാൽ, അല്ലെങ്കിൽ താഴെ ഇടാൻ നോക്കിക്കഴിഞ്ഞാൽ നേതാക്കന്മാരുടെ താഴെ പോകുന്നൊരവസ്ഥയിലേക്ക് എത്തി. പല നേതാക്കന്മാർക്കും പുറത്തിറങ്ങാൻ പറ്റാതെ വന്നു. പിന്നെ സതീശൻ്റെ പ്രഖ്യാപനങ്ങളിൽ എനിക്ക് ഏറ്റവും ഞാൻ ഇഷ്ടപ്പെട്ടൊരു കാര്യം, ഒന്ന് ഗാർഡ് ഓഫ് ഓണർ വേണ്ടെന്ന് തീരുമാനിച്ചു എന്നാണ്. അതെ, പോലീസ് സ്റ്റേഷനുകളിൽ ചെല്ലുമ്പോൾ പാവം പിടിച്ച പോലീസുകാരെ ചിലപ്പോൾ കഞ്ഞി കുടിക്കാൻ പോലെ വെക്കുന്ന അവരെ കൊണ്ട് ഇത് വെച്ച് അതിൽ അഹന്ത തലയൊക്കെ നീട്ടി ഇങ്ങനെ കൈയൊക്കെ വീശി കാണിക്കുന്ന ആ ഒരു പോസ്റ്ററിൽ നിന്നും സതീശൻ രക്ഷപ്പെട്ടു വന്നു. പിന്നെ ഏറ്റവും അവസാനം പിന്നെ ഞാൻ കാണുന്നത്, നമുക്ക് ആ ട്രാൻസ്പോർട്ട് ബസ്സിൻ്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഡ്രൈവർ യദുവിൻ്റെ മുഖം നമ്മൾ മറന്നിട്ടില്ല. ആ യദുവിൻ്റെ ജോലി തിരിച്ച് മേടിച്ചു കൊടുക്കുമ്പോൾ അതിനൊരു മറുപടിയുണ്ട്. അതൊരു മറുപടിയാണ്, ഒരാൾക്ക് ജോലി കൊടുത്തു എന്നുള്ളതല്ല. യദുവിനെ ജോലി കൊടുക്കുമ്പോൾ അത് ഇവിടെ ചില അധികാരത്തിൻ്റെ അഹന്ത കാണിക്കുന്നവർക്കുള്ള ശിക്ഷയാണത്. അത്രയ്ക്ക് മാത്രം അഹന്തയുടെ സ്ത്രീ പെരുമാറരുത്. ആര്യ രാജേന്ദ്രൻ അവരെ വിളിക്കുന്ന CPM-കാർ വിളിക്കുന്ന മേയർ എന്നാണ് വിളിക്കുന്നത്. മേയർ പോയിട്ട് അവർക്ക് ഒരു LP സ്കൂൾ ഹെഡ് മിസ്ട്രസ് ആകാൻ പോലുള്ള ഇൻറ്റഗ്രിറ്റി ഇല്ല, അല്ലെ ആ സ്വഭാവ ഗുണമില്ല. അതിന് പകരം അവർ ആ പാവം പിടിച്ച പയ്യൻ്റെ പണി കളയാനാണ് നോക്കി. അതിന് കൂട്ടുവന്നു മറ്റവനെന്ന് പറയുന്നതിന് കുഴപ്പമില്ല. ഗണേഷ് കുമാർ അതിന് കൂട്ടുവന്നു. ഇപ്പോൾ ഗണേഷ് കുമാർ അവിടെ ഉണ്ട്. അപ്പോൾ ഇത് ജനങ്ങളാണ് സതീശന് ബലം കൊടുത്തത്, ജനങ്ങളാണ്. ഹൈക്കമാൻഡിൻ്റെ നോമിനി ആയിരുന്നെങ്കിലോ, സതീശൻ ഹൈക്കമാൻഡിൻ്റെ നോമിനി ആയിരുന്നെങ്കിൽ, വേണുഗോപാലാണ് സതീശനെ മുഖ്യമന്ത്രിയാക്കുന്നതെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരുന്നു. സതീശൻ എന്തെങ്കിലും സ്വതന്ത്രമായിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇത് സതീശൻ സ്വതന്ത്രനാണ്. സതീശനെ ഡയറക്റ്റ് ചെയ്യാൻ ഇപ്പോൾ ഹൈക്കമാൻഡ് പോലും ഒന്നും മടിക്കും. കാരണം ജനങ്ങളുടെ പണ്ട് അച്യുതാനന്ദൻ അവിടെ സ്ഥാനാർത്ഥിയായ പോലെയാണ്. പാർട്ടി കമ്മിറ്റിയുടെ തീരുമാനങ്ങളെ വെല്ലുവിളിച്ച് പോളിറ്റ് ബ്യൂറോയുടെ അവരുടെ തീരുമാനത്തെ മാറ്റിമറിച്ച് അച്യുതാനന്ദൻ സ്ഥാനാർത്ഥിയായി ഇല്ലേ? അതുപോലെയാണ് സതീശൻ്റെ വരവ്. പാർട്ടിയേക്കാൾ പ്രധാനം, സംഘടനയേക്കാൾ പ്രധാനം, MLA-മാരേക്കാളും MP-മാരേക്കാളും ഒക്കെ പ്രധാനം ജനങ്ങളുടെ വിൽ പവർ ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. അതിനനുസരിച്ചാണ് സതീശൻ മുമ്പോട്ട് പോകുന്നത്. അത് ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിലെടുത്ത തീരുമാനം തന്നെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. അതിലൊന്ന്, ആശാ വർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചിരിക്കുന്നു. അത് 3000 രൂപ വർദ്ധിപ്പിച്ചിരിക്കുന്നു. 10 രൂപ ഘട്ടം ഘട്ടമായിട്ട് അവരാഗ്രഹിക്കുന്ന ഒരു വരുമാനത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന് പറഞ്ഞു. ജൂൺ 15-ാം തീയതി ഇന്ദിരാ ഗ്യാരണ്ടിയിലെ ഈ സൗജന്യ ബസ് യാത്ര നടപ്പിലാക്കുമെന്ന് പറഞ്ഞു. വളരെ കറക്റ്റായിട്ട് ജൂൺ 15-ാം തീയതി തന്നെ അത് പ്രിയദർശിനി ബസ്സുകൾ നമ്മളെ നിരത്തിൽ ഓടിത്തുടങ്ങി. ഈ പ്രിയദർശിനി ബസ്സുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പം വിമർശനങ്ങൾ നിൽക്കുകയാണ്. പലരും അതിനെ പുച്ഛിക്കുന്നു. എന്തിനാണ് ഇങ്ങനൊരു പദ്ധതി എന്ന് പലരും ചോദിക്കുന്നു.
പല ഇപ്പോൾ മാൾട്ട, ലിത്വാനിയൊക്കെ പോലുള്ള പല രാജ്യങ്ങളിൽ സൗജന്യമാണ് പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ. ലക്സംബർഗ് പോലുള്ള രാജ്യങ്ങളിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് മുഴുവനായിട്ടും ഫ്രീ ആണ്. ഈ വിഷയത്തിൽ നടൻ, എഴുത്തുകാരൻ ഒക്കെ ആയിട്ടുള്ള ജോയ് മാത്യു ഒരു കുറിപ്പ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഗവൺമെൻറ്റിൻ്റെ ഈ പദ്ധതിയെ പരിഹസിക്കുകയും പുച്ഛിക്കുകയും ചെയ്യുന്ന വ്യാജ ഇടതുപക്ഷം മനസ്സിലാക്കേണ്ടത് പാവപ്പെട്ടവരെയും അശരണരെയും ചേർത്ത് പിടിക്കുന്നവർ ആരാണോ അതാണ് ശരിയായ ഇടതുപക്ഷം. കാരണഭൂതൻ പുച്ഛിച്ചാലും സഖാത്തികൾ ബഹിഷ്കരിച്ചാലും മുഖ്യമന്ത്രി സതീശൻ നയിക്കുന്ന ഈ യാത്ര ലക്ഷ്യം കാണുക തന്നെ ചെയ്യും. ഇത് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ അവർക്കുള്ള ഔദാര്യമല്ല, സ്ത്രീകൾക്കുള്ള അവരോടുള്ള ആദരവാണ്. ജോലി നഷ്ടപ്പെടുന്ന പ്രവാസികൾക്ക് സൗജന്യമായി ശമ്പളം കൊടുക്കുമെന്ന് പറഞ്ഞ മറ്റൊരു മുഖ്യൻ 10 കൊല്ലം രാജഭരണം നടത്തിയതല്ലാതെ ഒരു പ്രവാസിക്കും നയാ പൈസ ഗുണമുണ്ടായിട്ടില്ല. KSRTC ബസ്സിലെ ഈ പദ്ധതിയുടെ യഥാർത്ഥ ഗുണഭോക്താക്കൾ സമൂഹത്തിലെ താഴെത്തട്ടിലുള്ള സ്ത്രീകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ചുരുങ്ങിയത് പ്രതിമാസം 1000 രൂപയെങ്കിലും മിച്ചം പിടിക്കാൻ കഴിയും. അതുതന്നെയാണ് പറഞ്ഞത്. അതായത് നമ്മുടെ സോഷ്യലും എക്കണോമിക്കലുമായിട്ടുള്ള ഇമ്പാക്റ്റാണ് ഈ പദ്ധതി ഉണ്ടാക്കുക എന്ന് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്ന വേളയിൽ സതീശൻ പറഞ്ഞു. നിറകണ്ണുകളോടുകൂടി നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് ഇത് പങ്കുവെക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഞെട്ടിപ്പിക്കുന്ന കുറേയധികം പോസ്റ്റുകളാണ് ഫേസ്ബുക്കിൽ കണ്ടത്. ആ ഫേസ്ബുക്കിലെ പോസ്റ്റുകൾ പങ്കുവെക്കുന്നത് സ്ത്രീകളാണ്. 20ഉം 22ഉം വയസ്സുള്ള പെൺകുട്ടികൾ ഈ ടിക്കറ്റ് കയ്യിൽ പിടിച്ചുകൊണ്ട് ക്യാമറ ഇങ്ങനെ വെച്ച് ഫോട്ടോ എടുക്കുന്ന അഭിമാനം തോന്നുന്നു. അഭിമാന നിമിഷമാണിത്. ഞാനൊരു ഇടതുപക്ഷക്കാരിയാണ്, ഞാനൊരു LDFകാരിയാണ്. സതീശനോട്, VD സതീശനോട് നന്ദി എന്ന് പറയുന്ന നിരവധിയായിട്ടുള്ള സ്ത്രീകൾ നാട്ടിലുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ളൊരു ഇമ്പാക്റ്റ് അല്ല യഥാർത്ഥത്തിൽ ഈ പ്രിയദർശിനി പദ്ധതി ഉണ്ടാക്കിയിരിക്കുന്നത്. ആളുകൾക്കിടയിൽ ഒരു സ്വീകാര്യത 10 മടങ്ങ്, ഒരു ജനകീയ സർക്കാരാണെന്ന് പറയുന്ന ഒരു തോന്നൽ രൂപപ്പെടുത്താനായിട്ട് ഈ പദ്ധതി വളരെ കൃത്യമായിട്ട് പ്രയോജനപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. സാറിപ്പം നേരത്തെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഈ ഒരു മാസത്തെ യഥാർത്ഥത്തിൽ ഹണിമൂൺ പീരീഡ് എന്ന് പറയുന്നത് 100 ദിവസമാണ്. ഇനിയും കുറേ അധികം. ഈ ഒരു മാസത്തിൽ RSSകാരോട്, ഈ RSS വേദിയിൽ പങ്കെടുത്ത VCമാരോട് മാപ്പ് പറയണമെന്നും കൂടി അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് CPM ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നഷ്ടപ്പെട്ട വോട്ടുകളുണ്ടല്ലോ, ന്യൂനപക്ഷ വോട്ട്, അതെങ്ങനെ തിരിച്ചു പിടിക്കാൻ പറ്റുമെന്നുള്ള ആസൂത്രണമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ തിരിച്ചു പിടിക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോൺഗ്രസ് RSS ആണ്. കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത് സംഘപരിവാറാണ്. VD സതീശൻ RSS ആണ്. ഇങ്ങനെ നാഴികയ്ക്ക് 40 വട്ടം എല്ലാ RSS ആണ്. ഇങ്ങനെ നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ടേയിരിക്കുക. എന്നിട്ട് മുസ്ലിം വിഭാഗത്തിനിടയിൽ ഒരു കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കി VD സതീശനെ ചീത്ത വിളിപ്പിച്ച് നഷ്ടപ്പെട്ട വോട്ടുകൾ തിരിച്ചു കിട്ടും നോക്കുക. ഈ തന്ത്രമാണ് എത്രയോ കാലങ്ങളായിട്ട് പയറ്റിക്കൊണ്ടിരിക്കുന്ന പഴയ തന്ത്രമാണ് ഇവർ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ വിജയകരമാകുമോ ഈ തന്ത്രം? ഈ തന്ത്രം RSSനുണ്ടാവും. കാരണം ഇത് ആരാണിത് പറയുന്നത്? പിണറായി വിജയനാണ് പറയുന്നത്. പിണറായി വിജയൻ്റെ ലാക്ക് എന്നതാ, എങ്ങനെ മുസ്ലിം ജനവിഭാഗവും കോൺഗ്രസുമായിട്ട് കൂടുതലടുത്തു. അത് ഇവർക്ക് തെരഞ്ഞെടുപ്പിന് നട്ടായി. സംഭവം ശരിയാണല്ലോ. അപ്പോൾ ആ നട്ടം നികത്താൻ ഇവർ മുസ്ലിംസിനെ കൂടുതൽ. കേരളത്തിലെ ഏക ഹിന്ദു പാർട്ടി ഏതാ ശരിക്കും പറയാമോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, CPM ആണ്. അപ്പോൾ CPMലെ കമ്മ്യൂണിസ്റ്റ് അണികൾ ഇത് കാണുന്നില്ല. ഇപ്പം തന്നെ കണ്ടിട്ടുണ്ട് കുറേ. ഈ കമ്മ്യൂണിസ്റ്റ് അണികൾ എങ്ങോട്ട് പോകും? CPMലേക്ക് തന്നെ ഉറച്ചു നിൽക്കോ അതോ BJPയുടെ കൂടെയോ കോൺഗ്രസിൻ്റെ കൂടെയോ പോകും? ഇപ്പോൾ വേറൊരു അപകടകരമായ സ്ഥിതി ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥിതി, BJPക്ക് വേണമെങ്കിൽ കേരളത്തിൽ ജയിക്കാം എന്നുള്ളൊരു ഒരു 10 ഇനി 8, 10, 15 സീറ്റ് ജയിക്കാവുന്നൊരു ധാരണ എത്തിക്കഴിഞ്ഞാൽ ഒരു 25,000-30,000 വോട്ട് കൂടുതൽ മേടിച്ച് 7 സീറ്റും വേണം ജയിക്കാം. കേരളത്തിലെ ജനങ്ങൾ, പയ്യന്നൂരെ ജനങ്ങൾ പോലും ഇടതുപക്ഷത്തിനെതിരായി മാറി വോട്ട് ചെയ്യുന്നതിന് മടിയില്ലാന്ന് മനസ്സിലായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പുറത്ത് വോട്ട് ചെയ്യാൻ അവർക്ക് 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്ന് കോൺഗ്രസ്, ഒന്ന് BJP. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥിതി ഇവിടെ എത്തും. അതങ്ങനെ നോക്കിയാൽ ഇപ്പോൾ സതീശൻ്റെ നേട്ടത്തിന് താങ്കൾ പറഞ്ഞ ഈ യാത്രയുടെ കാര്യം പറഞ്ഞില്ലേ, അതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ആദ്യം പറഞ്ഞ നമ്മുടെ ഗാർഡ് ഓഫ് ഓണർ നിർത്തിയതാണ്. അവിടെയാണ് നമ്മുടെ അഹന്ത ഒഴിവാക്കി, ഇതൊരു സ്റ്റാറ്റസ് സിമ്പലാണ്, അത് ഒഴിവാക്കി താഴോട്ടിറങ്ങാൻ, താഴോട്ട് നോക്കാൻ, താഴെ കാല് വയ്ക്കാൻ
സതീശ് ഇവിടെ തന്നെ ചവിട്ടി നിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ആദ്യത്തെ തെളിവാണത്. അതുപോലെ വണ്ടികളുടെ എണ്ണമൊക്കെ ഭയങ്കര, അതൊക്കെ പിണറായി വിജയൻ കാണുമ്പോൾ ചങ്കിടിക്കും. സതീശനൊരു കാറും രണ്ടും പുറകെ പോകുമ്പോൾ സതീശൻ ഇങ്ങനെ ചെയ്തത് യഥാർത്ഥത്തിൽ പിണറായിക്ക് ട്രാപ്പായി. കാരണം അതുകൊണ്ടാണ് പിണറായി ഇപ്പം ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒറ്റയ്ക്ക് ഇരിക്കുന്ന ചിത്രങ്ങളും അമേരിക്കൻ ഇപ്പം എനിക്കും വാഹനം വേണ്ടെന്നുള്ള തീരുമാനമൊക്കെ എടുത്തല്ലോ. അപ്പൊ അതിനൊക്കെ പിന്നിൽ ഇതാണ്. അല്ല, പിണറായി വിജയൻ ഇനി എന്തുമാത്രം ആരോഗ്യപരമായ കാരണങ്ങളുണ്ട്, പ്രായത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, ഇതെല്ലാം കഴിഞ്ഞ് ഇനി ആരാണ് സെക്കൻഡ് ഗ്രേഡ് നേതാവെന്ന് പറയാൻ CPM-ന് ഇല്ല. സതീശനത് പേടിക്കേണ്ട ആവശ്യമില്ല. കോൺഗ്രസിൽ എത്ര പേര് ജി ജോൺ വരെ താരമായില്ലേ. ഏറ്റവും വലിയ നേട്ടം അതാണ്. രണ്ടാമത്തെ നേട്ടം, ആലുവയിലെ ഇത്ര നാളും 10-60 വർഷമായിട്ട് പരിഹരിക്കാതെ രാഷ്ട്രീയ കക്ഷികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വട്ടുതട്ടിക്കൊണ്ടിരുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് ആശ്വാസം കൊടുത്തത് സതീശനും അല്ലെ ജി ജോണും UDF ഗവൺമെൻറ് ആണെങ്കിൽ അതിന് ഉത്തരം CPM പറയേണ്ടി വരികയില്ലേ. ഇത്രയും നാൾ ഞങ്ങളെ പുറത്ത് ഇതിൽ. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എന്നെ നിങ്ങൾ വിമർശിക്കണം, വിമർശിച്ചു കഴിഞ്ഞാലേ ഞാൻ റെഡിയാകുള്ളൂ, ഞാൻ നേരെയാകുള്ളൂ എന്നൊരു ഭരണാധികാരി പറയുക ചെയ്യുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഭരണാധികാരിക്ക്, സ്വയം ഞാൻ വിമർശിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഭരണാധികാരി. കാരണം 10 വർഷം ആരാണ് ഭരിച്ചത് എന്നതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മളത് പറയുന്നത്. സതീശനാകണമെങ്കിൽ, കരുത്തുറ്റ സതീശനാകണമെങ്കിൽ വിമർശനങ്ങളെ അതിജീവിക്കാൻ കഴിയണം, വിമർശനങ്ങളെ സഹിഷ്ണുതയോടെ നേടാൻ കഴിയണം. പിന്നെ കൈകൾ അലക്സാണ്ടർ ചക്രവർത്തി അവസാനം ശവടക്കിന് കൊണ്ടുപോകുമ്പോൾ അലക്സാണ്ടർ ചക്രവർത്തി അവസാനം കേൾക്കുമ്പോൾ ശവടക്കിന് കൊണ്ടുപോകുമ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്നറിയോ, എൻ്റെ 2 കൈയും ശവപ്പെട്ടിക്ക് പുറത്തേക്ക് കാണണം. അഴിമതിക്കാരനല്ല എന്നുള്ള ബോധ്യം ജനങ്ങൾക്കൊണ്ടാണ് ഞാൻ ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകുന്നില്ല. ആ ബോധ്യം സതീശൻ ഉണ്ടാക്കാൻ പറ്റി കഴിഞ്ഞാൽ സതീശൻ്റെ ലെവൽ ഇവിടെ ആയിരിക്കില്ല. അഴിമതിയായിട്ടും കൂടെ അത് പ്രയാസമാണ്. അഴിമതിയിൽ ചിലപ്പോഴൊക്കെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അവിടെയും കൂടെ സതീശൻ ജയിച്ചാൽ കേരളത്തിൻ്റെ ചിത്രം പറയാം. ഇവിടെ ജിൻഡോ ജോൺ പാർട്ടിയിലുള്ളിൽ തന്നെയുള്ള VD സതീശൻ എൻ്റെ രാഷ്ട്രീയ ഗുരുവാണ് എന്ന് പറയുന്ന ആളാണ് ജിൻഡോ ജോൺ. ആ ജിൻഡോ ജോൺ VD സതീശന് നേരെ കടുത്ത രീതിയിൽ ഒരു വിമർശനം നടത്തി. അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയില്ല. ഏതെങ്കിലും രീതിയിലുള്ള കർശന നടപടികളോ ഒന്നും ഉണ്ടായില്ല. വീട്ടിലേക്ക് പോകാൻ പറഞ്ഞില്ല. അതൊന്നും ചെയ്തില്ല. അദ്ദേഹം വളരെ മനോഹരമായിട്ട് തുടർന്നും പല രീതിയിലുള്ള വിമർശനങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുക. ഇപ്പോൾ ഈ മറ്റേ അഡ്വക്കേറ്റിനെ നിയമിച്ചതുമായി, ദേവസ്വം ബോർഡിൽ ഇദ്ദേഹത്തെ പ്രതിഭാഗത്തിന് വേണ്ടിയിട്ട് വാദിച്ച വക്കീലിനെ നിയമിച്ചതുമായി ബന്ധപ്പെട്ടിട്ട് വിമർശനം നടത്തി. പക്ഷേ ആ വിമർശനമൊക്കെ വന്നതിന് ശേഷം ഉടൻ തന്നെ രാജിവെക്കാൻ ആവശ്യപ്പെട്ടു. പിന്നെ അങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പം വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ MLA ആകുമ്പം ഇത്തരത്തിലുള്ളൊരു പരാമർശം നടത്താതിരുന്ന VD സതീശൻ മുഖ്യമന്ത്രിയാകുമ്പോൾ സത്യപ്രതിജ്ഞയ്ക്ക് വളരെ അഭിമാനപൂർവ്വം വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ ഇന്ന് എന്തിനു പറഞ്ഞു? അതൊരു ജാതീയമായിട്ടുള്ള ഒരു ജാത്യാഭിമാനമല്ലേ അദ്ദേഹം പ്രകടിപ്പിച്ചത്? ആ ജാത്യാഭിമാനം എന്ന് പറയുന്നത് നവോത്ഥാന കേരളത്തിൽ ഇരുന്നുകൊണ്ട് നടത്താൻ പാടുള്ളതാണോ? അതും ഒരു മുഖ്യമന്ത്രി തുടങ്ങിയ രീതിയിലൊക്കെയായിരുന്നു വിമർശനം. ജിൻഡോ ജോൺ പറഞ്ഞത്, എൻ്റെ ജിൻഡോ കാത്തലിക് ജോണോ അങ്ങനെ എന്തോ അല്ല, വെറും ജിൻഡോ ജോൺ, അതാണ് നല്ലത്, കുറച്ചും കൂടി ലെഫ്റ്റായിട്ട് നിൽക്കുന്നവർക്ക് അതാണ് നല്ലത് എന്നൊക്കെയാണ്. അപ്പോൾ VD സതീശൻ താനൊരു നെഹ്റൂവിയൻ ലെഫ്റ്റ് ആണെന്ന് പറയുകയും അതേസമയം സത്യപ്രതിജ്ഞയിൽ മേനോൻ എന്ന് പറയുന്ന അച്ഛൻ്റെ കൂടെയുള്ള പേര് പറഞ്ഞതിൽ തെറ്റുണ്ടോ എന്ന് പറയുന്നൊരു ചോദ്യം CPM-ന് ഉയർത്താൻ സാധിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സതീശനത് കുറേ കൂടെ ക്ലാരിറ്റി. എൻ്റെ ഇവിടെ ഇഷ്ടംപോലെ മേനോന്മാരുടെ രാജ്യം, അച്യുത മേനോന്, EM ശങ്കരൻ നമ്പൂതിരിപ്പാട്, അങ്ങനെ ഇഷ്ടംപോലെ മേനോന്മാരും നമ്പ്യന്മാരും നായന്മാരും ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഓരോ പാർട്ടിയിലും ഉണ്ട്, ഇല്ലേ? എം ഗോവിന്ദനാരാ? CPM-ൻ്റെ അല്ലെ CPI-യുടെ ഏറ്റവും വലിയ നേതാവായിരുന്നു എം ഗോവിന്ദനാർ. ആരാ ഉള്ളത്? P കൃഷ്ണപിള്ള ആരാ? പിള്ളയുണ്ട് അവിടെ. അപ്പോൾ അതല്ല നമ്പൂതിരിപ്പാട്. ഒരാളുടെ പേരിൻ്റെ ഇനിഷ്യലിൻ്റെ ഒരു അറ്റം കൂടുവോ കുറയോ ചെയ്യുന്നതല്ല കേരളത്തിൻ്റെ പ്രശ്നം. കേരളത്തിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ ജിൻഡോ ജോൺ ഉയർത്തിക്കാട്ടിയ ചില ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഇടതുപക്ഷത്തു നിന്ന് എല്ലാ കൊള്ളക്കും കൂട്ടുന്നത്, അവരെ മാറ്റണമെന്ന് ജിൻഡോ ആവശ്യപ്പെടുമ്പോൾ അത് ജിൻഡോയുടെ ശരിയായൊരു നിലപാടാണ്. പിന്നെ രണ്ടാമത്, 1 മാസം പോലും തികയുന്നല്ലേ ഉള്ളൂ, സമയം കിട്ടി. ഇതൊന്ന് ആരൊക്കെ എൻ്റെ സ്റ്റാഫെന്ന് പോലും കണ്ടുപിടിക്കാൻ സതീശന് സാധിക്കുമോ? ഏതൊക്കെ എൻ്റെ സതീശൻ്റെ റൂം ഏതൊക്കെയാണെന്ന് അറിയാൻ പറ്റുമോ? അത്രയ്ക്ക് വന്ന സമയമായിട്ടില്ല. കുറച്ചുകൂടിയൊക്കെ സമയം കൊടുത്ത് സ്വസ്ഥവും ശാന്തവുമായ സതീശനെ നിങ്ങൾക്ക് കിട്ടാമെങ്കിൽ സതീശനെ കൊണ്ട് പലതും ജയിക്കാൻ പറ്റും. അതിന് പോസിറ്റീവായിട്ടുള്ള വിമർശനം വേണം. ആ വിമർശനത്തെയാണ് സതീശൻ സ്വാഗതം. രത്തൻ ഖേൽക്കറുടെ നിയമനം ഒരു നല്ല ഒന്നാം തരം മറുപടി പറഞ്ഞില്ലേ?
എല്ലാവർക്കും വേണ്ടപ്പെട്ടവനായിരുന്നു കേൾക്കർ. എല്ലാവരും കൂടെ എല്ലാ പാർട്ടിയും റെക്കമെൻഡ് ചെയ്താണ് കേൾക്കർ ഈ പോസ്റ്റ് വന്നത്. അത് സതീശൻ്റെ മാത്രം കുറ്റാലെന്ന് എങ്ങനെ? എല്ലാവർക്കും സ്വീകാരനായിരുന്നു അയാൾ. സതീശൻ നിയമിക്കുന്നതിനെ തെറ്റാകുന്നത്? അയാൾ തെറ്റ് ചെയ്യാൻ സതീശൻ ഇരിക്കുന്ന കാലത്ത് സതീശൻ്റെ കീഴിൽ ജോലി ചെയ്യുമ്പോൾ തെറ്റ് ചെയ്താൽ സതീശൻ അതിനോട് കോംപ്രമൈസ് ചെയ്താൽ നമുക്ക് എതിർക്കാം. അല്ലാണ്ട് അതിനു മുമ്പ് ആരുടെങ്കിലും കീഴിലിരുന്ന് എന്തെങ്കിലും ചെയ്യുന്ന സതീശനെന്ത് ഉത്തരം പറയും? എങ്ങനെ VC-മാർ RSS വേദിയിൽ VC-മാർ RSS വേദിയിൽ എത്തുന്നതിന് സതീശൻ പറഞ്ഞ മറുപടി, VC-മാർ ഏത് വേദിയിലും പോകുന്നതിനല്ല കുഴപ്പം. പക്ഷെ നാളെ ഈ പരിപാടി മറ്റ് പലരും തുടങ്ങിക്കഴിഞ്ഞാൽ ഈ സമുദായ സംഘടനകളുടെ ബന്ധപ്പെട്ട മീറ്റിങ്ങുകളിൽ നിന്ന് മാറാതിരുന്നാൽ VC ആയിരിക്കാം, നാളെ വേറെ ഒരാൾക്കും പറയാം, മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് പറയാം, ചീഫ് എഞ്ചിനീയർക്ക് പറയാം. സമുദായ സംഘടനകളുടെ വേദികളിൽ കയറി ഇറങ്ങാൻ തുടങ്ങുമ്പോൾ എനിക്ക് അവരോട് ഒന്നും പറയാൻ പറ്റാതെ വരും. അതുകൊണ്ട് ഞാൻ ചൂണ്ടിക്കാണിച്ചെന്നുള്ളൂ എന്നാ പറഞ്ഞു. നല്ല മറുപടിയാണ് പറഞ്ഞു. എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഇങ്ങനെ പോകാൻ തുടങ്ങിയാലോ? VC-മാർക്ക് പോകാമെങ്കിൽ എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും എത്രയോ ക്രൈസ്തവ സംഘടനകളുണ്ട്, മുസ്ലിം സംഘടനകളുണ്ട്. ഈ മീറ്റിങ്ങിനെല്ലാം പോയാൽ ഉത്തരം പറയാൻ പറ്റുമോ? അപ്പോൾ അത് ചോദിക്കണമെങ്കിൽ ഇവിടെ തന്നെ ചോദിച്ചിരിക്കണം. അല്ലെങ്കിൽ അവരോട് ചോദിക്കാൻ അവർ ആദ്യം ചോദിക്കുന്നത്. ഞാനൊരു സാറടുത്ത് വളരെ ലളിതമായിട്ടൊരു ചോദ്യം ചോദിക്കാം. ഈ VC-മാർ സമസ്തയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വേദിയിൽ പോയിരുന്നു എന്ന് വിചാരിക്കുക, ഇത്ര പ്രശ്നമാകുമോ? ആവില്ല. അല്ല, അതുകൊണ്ടാണ് പറയുന്നത് സാമുദായികമായ ചേരിതിരിവ് ഉണ്ടാക്കാൻ ഉദ്യോഗസ്ഥന്മാർ ആരും നിൽക്കുമ്പോൾ. ഞാൻ വളരെ ലളിതമായിട്ട് ചോദിക്കാം സാറേ, ഇതിലിപ്പോൾ ഈ VC-മാർ ആ വേദിയിൽ പങ്കെടുത്തതിൽ നിയമപരമായിട്ട് ഒരു നടപടിയും അവർക്ക് നിയമപരമായിട്ടും ധാർമ്മികമായിട്ടും തെറ്റില്ല, അല്ല, എടുക്കാൻ പറ്റില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പം ഇതിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നതിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ ഒരു ഫ്രിക്ഷൻ, ഒരു അസ്വാരസ്യം ക്രിയേറ്റ് ചെയ്യുക. 100% ശരിയാണ് താങ്കൾ പറഞ്ഞ. ഇത് മാത്രമാണ് ഇതിന്റെ അടിസ്ഥാനം. അല്ലാണ്ട് VC-മാർ അവിടെ പോയതുകൊണ്ട് RSS നാളെ വളരാൻ പോകുന്നോ, അല്ലെ RSS ഇല്ലാതെ? അല്ല, ഇനിയിപ്പോൾ RSS വളരും കേട്ടോ. RSS-നെ ഇനി വളർത്താൻ, അതായത് RSS-നെ യഥാർത്ഥത്തിൽ വളർത്താനുള്ള ഗൂഢപദ്ധതികളാണ് ഈ നാട്ടിൽ ഇവിടുത്തെ രാഷ്ട്രീയ CPM ആവിഷ്കരിക്കുന്നത്, നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ VC-മാർ അവിടെ വേദിയിൽ പങ്കെടുത്തതോടുകൂടി ഒരു ദിവസം ഈ എന്താണ് മോഹൻ ഭാഗവത് കേരളത്തിൽ എത്തിയതിനു ശേഷം 2 ദിവസം മുഴുവൻ അതുമാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ വരല് കീഴ്പ്പെടുത്തൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അല്ല, RSS-ന്റെ ചീഫാണ് മോഹൻ ഭഗവത് എന്ന് അറിയത്തില്ലാത്ത ഒത്തിരി മലയാളി ഹിന്ദുക്കളുണ്ട്. പക്ഷെ അവരെല്ലാം അറിയിക്കാൻ എല്ലാവരും അറിയിച്ചു. അതായത് RSS-നെ വീണ്ടും ലൈം ലൈറ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് CPM-ന് സാധിച്ചു എന്നുള്ളതാണ്. അതിൽ യഥാർത്ഥത്തിൽ CPM വിജയിച്ചു. ഞാൻ പറയുന്നത് RSS-കാർ കൃത്യമായിട്ട് CPM-ന് നന്ദി അറിയിക്കേണ്ടതാണ്. ലൈം ലൈറ്റിൽ നിർത്താനായിട്ട് സതീശന്റെ കാര്യം സതീശൻ ശരിക്കും എന്തിനാണ് അതിൽ മാപ്പ് പറഞ്ഞെന്നുള്ളതാണ്. മാപ്പ് പറയണം. അതുകൊണ്ടൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഇനി ഒരു കാര്യം പറയാം. ഇനി ഒരു RSS-ന്റെ മീറ്റിംഗ് നടന്നാലും സമസ്തയുടെ മീറ്റിംഗ് നടന്നാലും ഇവരുടെ ബാലജന സഖ്യത്തിൻ്റെ മീറ്റിംഗ് നടന്നാലും അവിടെയൊക്കെ പോകുന്നതിന് മുമ്പ് രണ്ടാമതൊന്ന് ആലോചിക്കും. അതേ ഉള്ളൂ അതിൻ്റെ ഗുണം. അതേ സതീശന് ഉദ്ദേശിച്ചുള്ളൂ. അച്ചടക്കം നമ്മൾ എടുക്കുമോ, നോട്ടീസ് എടുക്കുമോ, ഒന്നും ചെയ്തില്ലല്ലോ, ഒഴിവാക്കാമായിരുന്നത്. ആ ഒരു ലൈനിലാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം കേരളത്തെ ഇനി വീണ്ടും തൊട്ടടുത്തൊക്കെ ഭയങ്കരമായ ബംഗാളിലെ പ്രശ്നം വന്നിട്ടുണ്ട്. കമ്മ്യൂണലായിട്ടുള്ള പ്രശ്നങ്ങൾ ഏത് സ്റ്റേറ്റിലും ഏത് സമയത്തും ഉണ്ടാകാം. അതിനുള്ള ശ്രമങ്ങൾ ഇപ്പം അമേരിക്ക വരെ അതിനുള്ള ശ്രമം നടത്തുന്നതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനെ തടയാൻ ഇത്തരം നിലപാടുള്ള നേതാക്കന്മാർ ആവശ്യമാണ്. അത് ദേശീയ വീക്ഷണത്തിൻ്റെ കൂടെ ഭാഗമാണ്. അത് BJP-ക്ക് നല്ലതാണ്, കോൺഗ്രസിനും നല്ലതാണ്, ഈ രാജ്യത്ത് സ്നേഹിക്കുന്ന എല്ലാ കക്ഷികൾക്കും നല്ലതാണ്.